ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഈ ടണലിനെ കുറിച്ചാണ്. ഈ ടണൽ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ പല ടണലുകളും പലരും കണ്ടിട്ടുണ്ടാവുമെങ്കിൽ ഈ ടണലിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരിക്കും. അതായത് നാരക്കാനം ടണൽ, അതായത് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടണലാണ്. അതിൻ്റെ ഒരു വലിയൊരു വിശേഷം അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഇടുക്കി കാൽവരി മൗണ്ടിലാണുള്ളത്, ജിജോ ഉണ്ടൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ജിജോയുടെ ഡ്രീം വില്ലാന്ന് ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോകണേന്ന് കുറച്ച് എപ്പിസോഡ് അധികം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പോകുമ്പോൾ നമുക്ക് മറ്റേ ടണൽ കാണിച്ചു കൊടുക്കാം അല്ലേ? അതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട ബാറ്റ്മാൻ കോട്ട് ഇട്ടിട്ടുണ്ട്. ആ ബാറ്റ്മാൻ കോട്ട് ഞങ്ങൾ ഇട്ട പേരണ്ട കാറ്റ് സംഭവമായിട്ട് ബന്ധപ്പെട്ട അതിട്ടത് ആ സംഭവം നേരെ കഴുത്തലിടുക. കഴുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് സംഭവം ഷോള് കൂട്ടി തന്നെ കവർ ചെയ്ത് നമ്മുടെ കയ്യിൽ വണ്ടി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മടി ദേഹത്തോട്ട് വെള്ളം വീഴൂല, ഫ്രണ്ടിൽ കിട്ടില്ല, ബാക്ക് സൈഡ് ഒരിക്കലും നനയൂല. ഇതാണ് നമ്മൾ പോകുമ്പോൾ കാറ്റും മഴയും പറഞ്ഞത്. ഹെൽമെറ്റ് കൂട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്ക് വശം നനയൂല. ബാക്കി നമ്മൾ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ബാക്ക് സൈഡ്. അതുപോലെ ഈ സൈഡ് ബൈക്കിൽ കിട്ടും അല്ലേ? പ്രത്യേകിച്ച് ബൈക്കിൽ കിട്ടും. ഇപ്പൊ മഴ പെയ്യുന്നത് ചെരിഞ്ഞാണ് പെയ്യുന്നത്. ശരിയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ബാക്ക് സൈഡ് നനയില്ല, കവർ ചെയ്ത് പോകും. അതുപോലെ ഇത് ഫ്രണ്ട് സൈഡ് കെട്ടിയ നമ്മ ഇറങ്ങി പോകുമ്പോ വണ്ടി മൂടാം. രണ്ട് ഓപ്ഷനാണ്. എന്തായാലും നമ്മൾ ബുള്ളറ്റിൽ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് പോകാൻ പോണ. ബാക്കി വിശേഷങ്ങള് ടണലിന്റെ അവിടെ ചെന്നിട്ട് പറയാം അല്ലേ? അതായത് നിങ്ങൾ ഇടുക്കിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടുക്കിക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷെ ഇടുക്കിക്കാരനടുത്ത് തോറ്റു പോയിട്ടാ കഴിഞ്ഞ ദിവസം ബെറ്റ് വെച്ച് 10,000 രൂപക്ക്. ഞാനപ്പോ പറഞ്ഞടാ ഇത് ഉറപ്പാണ്, നിന്റെ കാശ് പോകട്ടാന്ന് പറഞ്ഞിട്ട് ഇച്ചിരി മഴയത്ത് നീങ്ങുന്നത് ഇങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞു 10,000 രൂപ പോകട്ടാന്ന് പറഞ്ഞിട്ട് എടാ ഒരു മിനിറ്റ് മിണ്ടല്ലടാ. അപ്പൊ ഉണ്ടല്ല ഇടുക്കിക്കാരൻ തോറ്റവൻ 10,000 രൂപക്ക് പറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നീ 1,000 തന്നോ എന്ന് പറയും. എന്നിട്ട് അതും ഞാൻ മേടിച്ചില്ല കേട്ടോ. അവൻ തോറ്റ്. അന്ന് രാത്രി ഞാൻ ജിജോനെ വിളിച്ചു, ജിജോ കാണിച്ചു കൊടുക്കാറ് 3-4 വൈകുന്നാണ് കയറിക്കുന്ന ടണൽ അവിടെ ഇല്ലെന്നാണ് എന്നോട് പറയുന്നത്. ഒരുപാട് ടണലുകളുണ്ട്. അതിൽ മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്ന ടണലുകളെല്ലാം തന്നെ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും പോയി കാണുന്ന അഞ്ചൂരിലാണ്. ഞങ്ങൾ വേറെ ഒന്നാണ് കാണിക്കാൻ പോണത്, അവിടെ ചെന്നിട്ട് പറയാം അല്ലേ? അപ്പൊ ഞങ്ങളുടെ ബുള്ളറ്റിൽ യാത്ര ആരംഭിക്കാൻ പോണേ. ഇത്രയുള്ള സംഭവം ഇവിടെ കെട്ടി വെക്കാം അല്ലേ? കെട്ടി വെച്ചാൽ നമുക്ക് വണ്ടി മൂടാൻ ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് കാൽവരി മൗണ്ട് ജംഗ്ഷൻ. നമ്മൾ അവിടെ നിന്ന് ആ ടണൽ കാണാൻ പോണേണ്. ടണൽ ഇവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാണ്. അതായത് എറണാകുളത്ത് വരുമ്പോൾ കാൽവരി മൗണ്ട് എത്തുന്നതിന് മുന്നെയാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കാൽവരി മൗണ്ട് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരും. കട്ട് ചെയ്യണ്ട, ഓടിച്ചിട്ട് കാണിച്ചു തരും. നമ്മൾ അങ്ങോട്ടാണ് കാൽവരി മൗണ്ടിലെ മറ്റേ മലയറം പോയത് നേരത്തെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ടണലാണ്, അത് കാണിച്ചു തരാം. ഇത് ഇടുക്കി കട്ടപ്പന റോഡാണ്. ഇടുക്കി കട്ടപ്പന റോഡിൽ നാരക്കാനം ടണലിലാണ് ഇവിടെ ഈ റോഡ്. നാരക്കാനം ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ടാവും, യൂണിയൻ ജംഗ്ഷൻ ഉണ്ട്. അപ്പം സിജോയി അവിടെ നിന്ന് വരുന്നുണ്ട്. മഴയാണ്. അപ്പോൾ ഇവിടുത്തെ ഇതിലുള്ള കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ആളിപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് നേരെ ഇറങ്ങിച്ചെല്ലുന്നത് താഴേക്കാണ് ടണലുള്ളത്. അതായത് ഈ മലയുടെ മറുസൈഡാണ് നമ്മൾ ഇടുക്കി ഡാമിലെ ജലാശയം കിടക്കുന്നത്. ഈ മലയുടെ മറുസൈഡാണ് ഇടുക്കിയിലെ ജലാശയം കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട്, ഈ മലയുടെ ഈ സൈഡ് മറുസൈഡിലുള്ള വെള്ളം ഡാമിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ടണലാണ്. ടണലിലേക്ക് പോകാം. വഴി കാണിച്ചു, വഴി കട്ട് ചെയ്യണ്ട, അങ്ങനെ പിടിച്ചു. അല്ല ഇത് നല്ല വഴിയാണ്. നേരത്തെ ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എല്ലാവരും കയറ്റി കാണിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കയറി കടന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇവിടെ നിരോധിത മേഖലയാണ്. ഇപ്പോൾ ടണൽ മുഖത്തേക്ക് പ്രവേശിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് എഴുതിയേക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു വിഷ്വൽ കാണിച്ചു തരായിരുന്നു. ഇത് എത്ര ടണലുണ്ട് ശരിക്കും ഇടുക്കി? ഒരുപാട് ടണലുകളുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ടണൽ അഞ്ചൂരിലെ ടണലാണ്. ടൂറിസ്റ്റുകൾക്ക് കയറാനൊക്കെ പറ്റും. ഇവിടെ നേരത്തെ സ്കൂൾ കുട്ടികൾ ഇതിനകത്തോടെ കയറിപ്പോയി, ഈ +2 പഠിക്കുന്ന കുട്ടികൾ കയറിപ്പോവുകയും ഇതിനകത്ത് പകലാണ് നട്ടുച്ചയ്ക്ക് പോയാലും ടോർച്ച് അടിച്ചു പിടിച്ചാൽ പോകാൻ പറ്റുള്ളൂ. ഇരുട്ടായിരുന്നു. അപ്പോൾ 5 കിലോമീറ്റർ ദൂരം നല്ല ഇരുട്ടാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാണ്. പിള്ളേർ പോയിട്ട് മദ്യമൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ പോയി അടിക്കുകയും അവിടുന്ന് പിന്നെ അവർ മരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ടണലിന്റെ ഫ്രണ്ട് വശം അവർ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് വെള്ളം വന്നിട്ട് ഒഴുകി ആ വെള്ളം ഒഴുകി ഇങ്ങനെ ഈ മലയുടെ അടി കൂടി നമ്മൾ വന്ന മലയുടെ അടി കൂടി പോകും. നമുക്ക് ആ ഫ്രണ്ട് ഒന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? അവിടെ കാണാൻ പറ്റും അല്ലേ? അവിടെ നിന്ന് കാണിച്ചു തരാം. പിന്നെ എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ആ ടണൽ എന്താണ്
പിന്നെ ഞങ്ങൾ കയറിയേക്കണ ഫോട്ടോയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അല്ലേ പഴയ ഫോട്ടോസുകൾ അത് ഇപ്പൊ കാണിച്ചു തരാം. അതുകൂടി നിങ്ങൾ കാണുമ്പോഴാണ് ഇപ്പോഴുള്ള ആളായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, വ്യത്യാസങ്ങളുണ്ടാവും. പഴയ ഫോട്ടോ എല്ലാവരുടെയും പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ കയറ്റിയിട്ടേക്കാം. ഇതിനകത്ത് ഫസ്റ്റ് കയറുമ്പോ ജിജോ ഞാനും പിന്നെ ജിജോയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായി. പഴയ ഫോട്ടോ ഇവര് ഇതിന്റെ ഉള്ളിൽ നടുക്കെത്തുമ്പോ പോകാലും വരും. എത്ര കിലോമീറ്റർ ഉണ്ടത്? ഈ ടണല് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്ര ഉണ്ടോ? എന്തോ 20 മിനിറ്റ് എന്തോ 20 മിനിറ്റ് ഞങ്ങള് പോയത് ടോർച്ച് മെഴുകുതിരിയുടെ ഫസ്റ്റ് മെഴുകുതിരി. എന്നിട്ട് ഇവരെ വവ്വാല് വരുമ്പോ എന്നെ കയറി പിടിക്കും. അപ്പൊ എന്റെ അവസ്ഥ ഓർത്ത് നോക്കി, ഞാൻ ആദ്യമായിട്ട് കയറണേ. ആള് പേടിക്കാതിരിക്കാൻ വേണ്ടി കയറി പിടിക്കില്ല. എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടാ, ആള് പേടിക്കാതിരിക്കാൻ എന്നെ കയറി പിടിക്കണം. എന്നാലും ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് മെഴുകുതിരിയുടെ മുകളിൽ ന്യൂസ് പേപ്പർ ചുറ്റി പന്തം പോലെ ആക്കിയിട്ടാണ് കത്തി കയറിക്കൊണ്ടിരുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. ആ വീഡിയോസ് ആ ഫോട്ടോസ് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടേക്കാം. പിന്നെ യൂട്യൂബ് ചാനൽ ചെയ്യണവരൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കയറി വീഡിയോ എടുക്കരുത്. പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഈ വനമേഖലകൾ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത, അല്ലാണ്ട് അനുവാദം കൂടാണ്ട് കയറാൻ പാടില്ലാത്തവർക്കൊന്നും കയറി വീഡിയോ ഒന്നും ഇടരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാണ്ട് പഴയ ഫോട്ടോ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോണത്. പക്ഷെ അത് നിങ്ങൾ കാണേണ്ടതുണ്ടെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇടുക്കി യാത്ര. 2003 2004 അല്ലെങ്കിൽ 2005 ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ അന്നൊന്നും മൊബൈൽ ഫോണോ ക്യാമറകളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഒരു ഫിലിം റോൾ ചെയ്യണ ക്യാമറ ഉണ്ട്, അതിലെടുത്ത പിക്ചറായിട്ടാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. വേറെ അന്നും ഈ ടണലിൽ കയറിയുണ്ടായെങ്കിലും വേറെ പിക്ചേഴ്സൊന്നും ഇല്ല. കാരണം അന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ കയറിയെന്ന് പറയില്ല. അന്ന് മൊബൈൽ ക്യാമറ, എനിക്ക് വേണമെങ്കിൽ ക്യാമറയുള്ള മൊബൈലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ കടയിലെ പിള്ളേരെല്ലാവരും ട്രിപ്പ് പോയതാണ്. ഇതിൽ റെയ്ഗൻ മാത്രം നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. ആൾ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു, ആൾ മരണപ്പെട്ടു. പിന്നെ ഇത് കണ്ട നമ്മൾ കാൽവരവണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഇടുക്കിയിൽ എന്ത് കാഴ്ച കാണാൻ മുന്നേ ജിജോ ഉണ്ടാവും കൂടെ. ജിജോ ഇല്ലാണ്ടൊരു ട്രിപ്പ് പോയത് ഇതായിരുന്നു. പക്ഷേ ഇടുക്കിക്കാരൻ മാർട്ടിനാണ് ആ ഇടത്തെ സൈഡിലേക്കണത്. അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം. പിന്നെ കാൽവരവണ്ട് പോയാൽ ആദ്യം തന്നെ നമ്മൾ ആ കാൽവരവണ്ടിൻ്റെ ആ വ്യൂ പോയിൻ്റ്, അതായത് ആ മലമുകളിൽ കയറിയിട്ടേ വേറെ എങ്ങും കറങ്ങാൻ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് തോന്നുന്നത് 3rd ട്രിപ്പാണെന്ന് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊരു ട്രിപ്പും കൂടി ഉണ്ട്, ഞാൻ ഇതിൻ്റെ പുറകെ കാണിച്ചു തരാം. കറക്റ്റ് ഓർഡറിലെല്ലാം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ട്രിപ്പിൻ്റെ അകത്ത് ഫോട്ടോസ് മാത്രമേ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അന്ന് നമ്മൾ കാറ് കൊണ്ടുപോയിട്ടേക്കണ ഈ കാൽവരി മൗണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതല്ല. അതും കഴിഞ്ഞ് അന്ന് ഓടിക്കായിരുന്നു. അന്ന് ടിക്കറ്റ് കൗണ്ടറോ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊന്നുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴെങ്കിലും കയറി നടക്കാം, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇതുണ്ട മേഘങ്ങളൊക്കെ നമ്മുടെ കാലിൻ്റെ കീഴിലായിട്ടാണ്. അന്നത്തെ ഒരു എടുത്തു വെച്ച കുറച്ച് ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം അന്ന് വീഡിയോ ഒന്നും അന്നത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കുറേ നോക്കി. പിന്നെ ഒരു ട്രിപ്പിൻ്റെ ഫോട്ടോസ് കുറേ കാണുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ആ നാരായണ ടണലിൻ്റെ ഉൾവശമാണ്. ഈ ട്രിപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കണ്ട കാലിൽ ചില സ്ഥലങ്ങളിൽ മുട്ടൂരിൻ്റെ മേളിലോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നടുക്ക് വെച്ച് വവ്വാലൊക്കെ നേരെ ഓപ്പോസിറ്റ് പറന്നു വരും ഇരുട്ടത്ത്. ഒരു വല്ലാത്തൊരു ഫീലാണത്. ഞാൻ അനുഭവിച്ചത് ഫസ്റ്റ് പോകുമ്പോഴാണ്. ഞങ്ങൾ 3 പേര്, ഞാനും ജിജോവും പിന്നെ വേറൊരാളത് ആരാണെന്ന് ഞാൻ മറന്നുപോയി. ഞങ്ങൾ 3 പേര് ഫസ്റ്റ് കയറുമ്പോൾ മെഴുകുതിരി വെളിച്ചത്തിൽ പിന്നെ അറ്റത്തൊരു വെളിച്ചം കണ്ട അതാണ് ഈ ടണലിൻ്റെ ഇപ്പുറത്തെ എൻ്റെ നിങ്ങൾ കണ്ടല്ലോ, ഒരു 2 ആളുടെ ഹൈറ്റിൽ ഇതൊക്കെ വെച്ചാണ്. അത്രയും തന്നെ ഹൈറ്റ് അപ്പുറത്തും ഉണ്ട്, അല്ലെങ്കിൽ അത്രയും തന്നെ വലിയ തുരങ്കം അപ്പുറത്തും സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ചെല്ലുന്തോറും അതിങ്ങനെ വലുതായി വന്നായിരുന്നു നമുക്ക് തോന്നും. കണ്ട വെളിച്ചം വലുതായി വന്നെ. അങ്ങനെ നമ്മൾ അപ്പുറത്തെത്തിയ അത് ഇടുക്കി ഡാമിലേക്കുള്ള വെള്ളം ചെല്ലുന്ന തുരങ്കമാണ് ഈ നിറയെ ടണൽ. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അപ്പുറത്ത് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം കണ്ട അത് വവ്വാലൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ വെളിച്ചം കണ്ടു കഴിയുമ്പോൾ പറന്നു പോകും. അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെ വീഡിയോ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. കാരണം അപ്പോൾ മൊബൈലൊക്കെ അത്രയും കണ്ടീഷനായിരിക്കുള്ളൂ. ഫോട്ടോ എടുത്തേക്കണാണ് ഈ കാണുന്നത്. ഇത് ആ നിറയെ ടണലിൻ്റെ ഇടുക്കി ഡാമിൻ്റെ വശമാണ് കാണുന്നത്. ഇവിടെ നിന്ന് നേരെ ഡാമിലേക്കാണ് ആ വെള്ളം വീഴുന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ, അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ടെന്ന് തോന്നണ്. ഇല്ലെങ്കിൽ അടുത്തൊരു ട്രിപ്പിൻ്റെയും കൂടി, അതായത് ഇതിന് മുന്നേ പോയേക്കുന്ന ട്രിപ്പിൻ്റെയും കൂടി ഞാൻ ഉണ്ട്. അത് ഇന്ത്യയിൽ ഇട്ടേക്കണത് ഓർഡറിലല്ല ഇട്ടേക്കണം. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതുണ്ട് അന്ന് ഞങ്ങൾ ഇപ്പുറത്തെ തുരങ്കത്തിൻ്റെ ഇവിടെ വന്നിട്ട് ആ തുരങ്കത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടന്ന് നമ്മൾ അപ്പുറത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ വല്ലതോയി കയറിയിരുന്ന പണിയാണ്. ജിജോയുടെ കല്യാണം വരുന്നത്. അതാണ് ജിജോ നമ്മുടെ കൂടെ ആ ഒരു ഇടുക്കി ട്രിപ്പിൽ ജിജോ കറങ്ങാൻ വരാഞ്ഞതിൻ്റെ കാരണം. ജിജോയുടെ കല്യാണം വരുന്നത്. അത് ഏത് ഇയർ ആയിരുന്നു എന്നുള്ളത് ഞാൻ വിട്ടു. എനിക്ക് 2011 അങ്ങനെ എന്താണ്ടൊരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് കല്യാണം. അപ്പോൾ അതിന് ഇടയ്ക്ക് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഓമിനി വാനിൽ എൻ്റെ ഫ്രണ്ട് ഇവനായിരുന്നു ഞങ്ങളെ വഴിയേറ്റിച്ചവൻ. കാരണം അവനാണല്ലോ വണ്ടി ഓടിക്കണം, അപ്പോൾ വഴിയേറ്റിച്ച് വിടാമല്ലോ. ഇത് അജുവും സാനും എല്ലാവരും കൂടി ഞങ്ങളുടെ ഗ്യാങ് എല്ലാം കൂടി വേറൊരു ട്രിപ്പ് പോയിരുന്നു.
ഇത് അതിന് മുന്നേ പോയതാണ് കേട്ടോ, നേരത്തെ കാണിച്ചതിന് മുന്നേ പോയതാണ്. രൂപമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇനി എൻ്റെ രൂപമൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടാ, അത് വല്ലാത്ത പോലെ ഒരിക്കും അതെന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഓമനിക്ക് പോയ ഒരു ട്രിപ്പാണ്. അത് അതിൻ്റെ അകത്തും ഈ ഒരു ട്രിപ്പിൻ്റെ ഇതിലും നമ്മൾ ആ നാരകാനം ടണലിൻ്റെ അകത്തായി കയറിയിട്ടുണ്ട്. അതും വല്ലാത്തൊരു ഫീലായിരുന്നു അന്ന് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയതാണ്. അടിപൊളി മൂടായിരുന്നു അതും. കാരണം ഞാൻ പല ടൈമിൽ കയറിയിട്ടുണ്ട്, ഇത് കണ്ടല്ലോ അല്ലേ. അപ്പോഴത്തെ ലുക്ക് കണ്ട് ഞെട്ടരുതെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതാണ്. നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ അഭിനയിക്കുകയാണ്. അന്നേ ഇതൊക്കെയായിരുന്നു കയ്യിലിരിപ്പ്, പിന്നെ എങ്ങനെയാണ് ഇന്നിങ്ങനെ ആവാതിരിക്കണത് അല്ലേ. എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോയതുണ്ട്. ഇത് അങ്ങോട്ട് പോകണ യാത്രയിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോണ ഒരു കാഴ്ചയാണ് കാണുന്നത്. ജിജോ അന്ന് ഇടുക്കിയിലുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകണേ. ജിജോ ഇപ്പോൾ ആൾ നമ്മുടെ എറണാകുളത്തുണ്ട് ജിജോ ഉണ്ടെങ്കിലും, അന്ന് ജിജോ എനിക്ക് പോകണേ ഈ ടൈമിൽ ജിജോ ഇടുക്കിയിലാണ്, അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ജിജോ ഉണ്ടായേനെ. അപ്പോൾ അന്ന് ഞങ്ങൾ ജിജോയുടെ വീട്ടിലേക്ക് പോകണേ. രാത്രി അവിടെ പോയി പോർക്കിറച്ചി മറ്റേ കപ്പയും, അവിടുത്തെ ഒരു കപ്പ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല അതായത് നമ്മിങ്ങനെ പിടിച്ചാൽ പൊടിഞ്ഞു പോകും. അല്ലാണ്ട് ഇവിടുത്തെ വരെ നമ്മുടെ വരെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഈ പോർക്കിറച്ചി അങ്ങോട്ട് ഇട്ട് തരും. എന്താ പോനെ കിടക്കാൻ ടേസ്റ്റാണ്. അത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇടുക്കി പോകണതാണ് മസ്റ്റായിട്ട്. അത് അവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് തന്നെ എന്താണ് ഉണ്ടാക്കിച്ച് കഴിക്കണം, എന്നാലേ അവിടുത്തെ ആ ഒരു രുചി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ്. പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് ആരെ കൊണ്ടെങ്കിലും വെപ്പിച്ചോളാം. അത് ആരെ കാല് പിടിച്ചാണെങ്കിൽ ഏത് വീട്ടിൽ കയറി തിന്നിട്ടാണെങ്കിലും. കാരണം അത് നിങ്ങൾ കഴിച്ചു നോക്കി കഴിഞ്ഞിട്ട് എന്നോട് അഭിപ്രായം പറയാം. അല്ലെങ്കിൽ കഴിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അന്നത്തെ ട്രിപ്പ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കാൽവരി മൗണ്ടിൻ്റെ നമ്മുടെ ടോപ്പിൽ നിന്ന് തന്നെയാണ്. അങ്ങോട്ട് പോയി ആദ്യം അവിടെ പോയി അതിൻ്റെ വ്യൂവും ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ വ്യൂ കണ്ടപ്പുറയിൽ കണ്ട ഇതൊക്കെ കണ്ട് ശേഷം ഞങ്ങൾ ഇടുക്കി ഡാമിൻ്റെ ഇതിൽ ഫ്രണ്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാരകാനം ടണൽ കാണാൻ അന്ന് ആ കാലഘട്ടത്തിൽ പോയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ട്രിപ്പിന് മുന്നേ ആണ് കേട്ടോ. ഇതാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ട്രിപ്പാണെന്ന് തോന്നുന്നത് എൻ്റെ മറ്റേ ഇടുക്കി കാൽവരി മൗണ്ടിലേക്കും അതുപോലെ നാരകാനം ടണലിലേക്കുമുള്ള സെക്കൻഡ് ട്രിപ്പായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ തേർഡ്. ഏതൊരു ട്രിപ്പിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണുന്നില്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ടോപ്പ് ചെയ്തിട്ടുണ്ടാവും. പറഞ്ഞാൽ അന്നേ ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കുറേ എടുക്കുമെങ്കിലും മൊബൈൽ ഫോൺ വന്നപ്പോഴും അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ക്യാമറ ഉണ്ട്, അപ്പോഴും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ ഉള്ളതൊക്കെ ആൽബോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നടുക്കിരിക്കുന്ന ഡെഡ് ബോഡി അല്ല ഞാനാണ് കേട്ടോ. അപ്പോൾ അന്ന് ആൽബോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രിൻ്റ് എടുത്തിട്ട്. അന്ന് എനിക്ക് ഫോട്ടോഗ്രാഫി എന്തോ ക്രൈസായിരുന്നു, പക്ഷേ ഒരിക്കലും ഫോട്ടോഗ്രാഫർ ആവുന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടല്ല, നമ്മൊരു ക്ലാസ്സിലും പോയിട്ടില്ല. ഇപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയാം. അതിന് ശേഷം ഞങ്ങൾ ഇടുക്കി ഡാം കാണാൻ വേണ്ടി ചെന്നു. അടുത്തതായിരുന്നു അത് നമ്മുടെ ഈ നാരകാനം ടണലിലേക്ക് ഇതുണ്ടായി. അന്ന് ഇതിലേ കയറാം, ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് അങ്ങോട്ട് നുഴഞ്ഞ് അപ്പുറം ചെല്ലാം. ഇത് നോക്കി, ഇത് ഇരുട്ടാണ് നോക്കി. ഇതായിരുന്നു അന്നത്തെ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ട്. അന്ന് എനിക്ക് വേണം മൊബൈലൊക്കെ ഇറങ്ങി വേണ്ട ടൈമായിരിക്കണം, ആ ടൈമിലുള്ള വീഡിയോ ക്ലിപ്പാണ്. അതാണ് ആ വിഷ്വൽ കണ്ടല്ലോ അല്ലേ. അത്രയും ക്വാളിറ്റിയും പ്രതീക്ഷ മതി കാണുന്നവർ, കാരണം ഇത് ആ കാലഘട്ടത്തിൽ എടുത്തു വെച്ചതാണ്. ഇതിൻ്റെ അകത്തൂടി പോകുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. കാരണം എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ പാമ്പുണ്ടാവുമോ, പല ചിന്തകളായിരിക്കും നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ഇവരും അല്ലെങ്കിൽ അതിന് മുന്നേ കടയിലെ പിള്ളേരായിട്ട് പോകുമ്പോഴും 5 അല്ലെങ്കിൽ ഒരു 5 തൊട്ട് 8 പേര് വരെ ഉണ്ടായി. പക്ഷേ ഫസ്റ്റത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് കയറുന്നത് ജിജോയുടെയും മറ്റാളുടെയും ബലത്തിലാണ്. എനിക്ക് മാർട്ടിനായിരുന്നു ആരാണ് കൂടെ ഉണ്ടായിരുന്നത് അന്നുണ്ടായിരുന്നെന്ന് ഓർക്കണില്ല. ഇവരെൻ്റെ ദൈവമേ വവ്വാലൊരു മെന്നെ കയറി പിടിക്കുക, ഫസ്റ്റ് പറഞ്ഞ കേട്ടല്ല. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിട്ട് ആ പ്രായവും അതാണ്. പിന്നീട് പിന്നെ പേടി വരട്ടെ, ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ നമുക്ക് പിന്നെ പടച്ച് കയറിക്കോളൂ, എവിടെയും വിഷയമല്ല. അതെ അവിടെ വവ്വാലുണ്ടായിരുന്നു, ഒരു വവ്വാല അറ്റാക്കായിട്ട് വന്ന് എത്താണ്. അപ്പോൾ അത് നമ്മൾ അതിന് ശേഷം ഫ്ലാഷ് ഇട്ടാട്ടെ ഫോട്ടോ എടുത്താണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുത്തായിരിക്കുള്ളൂ അന്ന്. ഇതാണ് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ വെള്ളം കെട്ടി കിടക്കണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ആ തുരങ്കത്തിൻ്റെ ഡാമിൻ്റെ സൈഡിൽ നമ്മൾ മറ്റേ ഇതിൻ്റെ അകത്ത് ഫോട്ടോ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇത് നോക്കി വെള്ളക്കെട്ട് കണ്ട ആ ഡാമിൻ്റെ അവിടുന്ന് വെള്ളം കിടക്കണതാണ് കാണുന്നത്. ഒറ്റ ഒരു വി പോലെ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഇരിക്കണോടത്തുനിന്ന് സത്യം പറഞ്ഞാൽ താഴത്തേക്ക് പോയാൽ പിന്നെ കിട്ടില്ല, ഇത് നീന്താനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങരുത്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പിടിച്ചിരുത്തിക്കണത്. ജിജോ ഉണ്ട് നമ്മുടെ കൂടെ ആ ട്രിപ്പിൽ. അപ്പോൾ പിടിച്ചൊക്കെ ഇരുത്തിയിട്ട് ജിജോയുടെ കല്യാണത്തിന് മുന്നുള്ള ട്രിപ്പാണിത്. അപ്പോൾ പിടിച്ചൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ അവിടെയുള്ള നാട്ടുകാർ കുറച്ച് ഇങ്ങോട്ട് വന്ന്, നാട്ടുകാരെന്ന് അടുത്ത പിള്ളേരും കുറച്ച് ചേട്ടന്മാരായിട്ട് വന്നിട്ട് ഈ ഡാമിൻ്റെ ഈ താഴെ കാണുന്ന വെള്ളമില്ലേ ഇതിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് എടുത്ത് ചാടണയാണ് അതിലേക്ക് നീന്താനായിട്ട്. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷ്വൽ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ
ആ ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണ് ആരും അങ്ങാട് ആ സൈഡിലേക്ക് പോരുത്. കാരണം കല്ലൊക്കെയാണ് ഒന്ന് ഇപ്പോൾ ചവിട്ടണ കല്ല് തിന്നിപ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് പോകും. കാരണം ഈ കാണുന്ന താഴ്ചയല്ല, അത് ഇങ്ങനെ വീ പോലെ നിങ്ങൾ ആ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു ഫോട്ടോ കണ്ടില്ല, അല്ലെങ്കിൽ വീഡിയോ കണ്ടില്ലേ നമ്മൾ ഓമിനിയിൽ ചെല്ലണം, ആ ഒരു അത്രയും താഴ്ചയിൽ ഇങ്ങനെ വെള്ളം കിടക്കണേണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയാൽ പിന്നെ കിട്ടോ ഇല്ലേ ഒന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് നീന്തൽ അറിയാത്തവരാണെങ്കിൽ. പ്രത്യേകിച്ചല്ല, മിക്കവർക്കും തന്നെ നീന്തൽ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ വിഷുവലായിരുന്നു തോന്നുന്നു കണ്ടത്, അതായത് വെള്ളത്തിൽ ചാടി കുളിക്കണേണ് കണ്ടത്. അത് നോക്കി അവിടെയുള്ളവർക്ക് ഇതെന്തെന്ന്, അവർക്ക് ഒരു എന്താണ് പറയുക, ഒരു പുഴ അല്ലെങ്കിൽ തോടെന്നൊക്കെ പറഞ്ഞ രീതിയിലായിരിക്കും അവരിതിനെ കാണുന്നത്. നമ്മളിതൊക്കെ പറഞ്ഞ് ആരെ ഇറക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി, നമ്മൾ തോറ്റുപോയി അവരുടെ മുമ്പിൽ അന്ന്. ഇതുകൊണ്ടാ ശേഷം ഞങ്ങൾ അവിടെ കുറേ സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ തുരങ്കത്തിലൂടെ ഇനി അപ്പുറം കിടക്കാൻ വേണ്ടിയാണ് തിരിച്ച്. ഉച്ച ടൈമായി, ഇനി ജിജോയുടെ വീട്ടിൽ പോയിട്ട് വേണം വല്ലതും ഫുഡ് കഴിക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഈ വരവിൽ എനിക്ക് തോന്നുന്നു വെള്ളം ഉണ്ടായിരുന്നില്ല. അതിൽ വെള്ളം ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് കുറച്ചുണ്ടെങ്കിലേ ഉള്ളത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അന്ന് ഇങ്ങോട്ട് അന്നത്തെ മാരെ അതിന് ശേഷം പോയ ട്രിപ്പ് പോയ ഒരു ഫോട്ടോസും ഇതൊക്കെ കാണിച്ചില്ലേ, അന്നത്തെ അത്ര വെള്ളമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതൊരു കാട് ഏരിയയാണ്, ഇതിൽ പറയാൻ പറ്റില്ല. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലവും മറ്റൊക്കെയാണ്, കാട് ഏരിയയാണ്. അതായത് നമ്മൾ കാൽവരി പോണ്ടിയിൽ നിന്ന് ഈ താഴത്തേക്ക് നോക്കുമ്പോൾ കാട് കാണില്ല, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഈ തുരങ്കത്തിലൂടെ വന്ന് എത്തണത്. ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, ഇപ്പോൾ അടച്ച് കളഞ്ഞ് തുരങ്കമൊക്കെ. എന്താണ് നമ്മൾ ആ പല തൂണായിട്ട് ഇങ്ങനെ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ കമ്പിയും ഗ്രില്ലൊക്കെ വെച്ച് അവർ അടച്ച് കളഞ്ഞ്, എന്തോ പ്രശ്നം ഉണ്ടായെന്ന് ജിജോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് അടച്ച് കളഞ്ഞേക്കാനായിട്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴും കാണാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞാൽ ഓരോ ആൾക്കാർ ചെന്ന് കഴിഞ്ഞിട്ട് പല രീതിയിലാണല്ലോ അവർ എൻജോയ് ചെയ്യണത്, അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാവില്ല, പ്രായത്തിൻ്റെ ആയിരിക്കാം, എന്തോ ആവാം. അപ്പോൾ അതുകൊണ്ടെന്താണ് മറ്റുള്ളവർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. അവരുടെ അല്ല, ഇപ്പോൾ പിള്ളേരോടാണെങ്കിലും അവരുടെ എന്താണ് അറിവ് അത്രയും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ കാണിച്ചു കൂട്ടണ ഓരോ വികൃതികൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരു പരിധിയുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ എന്നാലും ശ്രദ്ധിക്കാൻ പിള്ളേരോട് പറയണം. എന്നാലും അപ്പോൾ തിരിച്ച് നമ്മൾ തുരങ്കത്തിൻ്റെ നമ്മൾ വന്ന സൈഡിലേക്ക്, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ച് നടക്കുകയാണ് കാണുന്നത്. ഇനി 20 മിനിറ്റ്സിൻ്റെ മേലിൽ വേണം കേട്ടോ അപ്പുറം എത്താൻ. ചെറിയ വെള്ളമുണ്ട് കണ്ട ഉള്ളിൽ, പക്ഷെ അന്നത്തെ അത്ര ഉണ്ടായില്ല. അതേ ആ വവ്വാലിനെ വെറുതെ പുറത്ത് കൊണ്ടുവന്നിട്ട് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ്. അതേ വവ്വാൽ എൻ്റെ കയ്യിലുണ്ട്, കറി വെച്ച് കഴിച്ചിട്ടില്ല അന്ന്, അത് പേടിക്കണ്ട. രൂപം കണ്ടല്ലേ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് വേറൊരു വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ. ഈ വീഡിയോയുടെ ആൾ കാണണമെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാനത് അതിൻ്റെ അകത്ത് ഞാൻ കമൻറ്റൊക്കെ ഇട്ടിരുന്നു, ഒന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്പർ തരാൻ പറഞ്ഞിട്ട് അനുവാദത്തോടുകൂടി ചെയ്യാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ കണ്ടില്ല, കാരണം ആൾക്കാർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഓർത്ത് എന്തെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് മുമ്പിൽ വന്ന് പെട്ടത്. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, കണ്ടില്ലെന്ന് തോന്നുന്നു. കാരണം എന്നാലേ ആ ഒരു വീഡിയോയിൽ മനസ്സിലാവുള്ളൂ. കാരണം നമുക്കിപ്പോൾ പോയി എടുക്കാനുള്ളൊരു ഓപ്ഷനില്ല, ഇപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ച് നിരോധിത മേഖലയാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അനുവാദം ഇല്ലാണ്ട് കയറി എടുത്താൽ അത് പ്രശ്നമാണ്. ഇത് പഴയ വീഡിയോ എന്തോ അതിൽ കിടന്നു വെച്ചതിൽ നിന്ന് ഞാൻ ഒരെണ്ണം തപ്പിത്തിരിഞ്ഞെടുത്താണ് നിങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത് അടച്ചതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. ഇതെപ്പോഴും ആരോ അടച്ചതിന് ശേഷം എടുത്തേക്കണേണ്. അതിന് ശേഷം ഒരിക്കലും ചിലപ്പോൾ ഈ ബോർഡ് വെച്ചത് എന്തായാലും ഇങ്ങനെ ബോർഡൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിനെ എതിർത്ത് കയറരുത് കേട്ടോ ഒരിക്കലും. അത് മറ്റുള്ള പല പ്രശ്നങ്ങളിലേക്കും പോകും. പലപ്പോഴും പല യൂട്യൂബേഴ്സും ചെയ്യണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മളെപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പലരും പലതൊക്കെ പറഞ്ഞുതരും. പിന്നെ എന്താ പറയുക, ഇതാണ് അതിൻ്റെ ഉൾഭാഗം കണ്ടില്ല അല്ലേ, ഇത് അടച്ച് കളഞ്ഞു ഇപ്പോൾ എന്തായാലും. അപ്പോൾ അന്ന് ഞങ്ങൾ കയറിയോണ്ട് എനിക്ക് വേണം 3-4 തവണ ഞാൻ എന്തായാലും അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. എന്തായാലും അന്നേ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഇച്ചിരി ഭ്രാന്തമുള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫിനോടായിരുന്നു കൂടുതൽ ഭ്രാന്ത്. അപ്പം അന്നത്തെ അതിനെക്കാട്ടി ഉപരി അന്നെടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചെയ്യാറില്ല, ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നാൽ പിന്നെ അങ്ങനെ കോപ്പി ചെയ്ത് നോക്കാറില്ല. എന്തായാലും എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ കൂടി കാണിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഞാനും ജിജോക്ക് ഞാൻ തന്നെ ഒരു 4-5 തവണ കയറിയിട്ടുണ്ട്. ജിജോ അതുക്കും മേലെ കയറിയിട്ടുണ്ട്. അതിനകത്ത് വല്ലാത്തൊരു അനുഭവമാണ്. അത് അവിടെ പോയി നമുക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക അല്ലേ. പിന്നെ നമ്മൾ വേറെയും ടണലും വേറെയും കുറച്ച് സാധനങ്ങൾ ഇടുക്കിയിൽ എടുക്കാൻ പോകുന്നുണ്ട്, കുറേ വന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പോകുന്നുണ്ട് ഇന്നും നാളേക്ക് ആയിട്ട്. അത് സമയങ്ങളായിട്ട് മുഴുവൻ ഇടുക്കി എല്ലാവരും കാണിക്കണം. ഞങ്ങൾ ചെറിയ വീഡിയോ ആയിട്ട് പോട്ടെ എന്ന് എഴുതിയിട്ട് ഇത് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാണ്. അപ്പോൾ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം അല്ലേ. എല്ലാം പറയാം, ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ. വന്നുണ്ട്, പുറകെ വന്നുണ്ട്. അതെ, അതാണ്. ഓക്കെ, ബൈ.